നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് DLED സെമസ്റ്റർ 1 പേപ്പർ 102, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രപരവും ദാർശനികവും സാമൂഹികവുമായ അടിത്തറ എന്ന വിഷയമാണ്. ഇത് കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസവുമാണ്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് വിദ്യാലയവും സമൂഹവും. ഇതൊരു ആമുഖമായിട്ട് കണക്കാക്കിയാൽ മതി. വിദ്യാലയവും സാമൂഹിക പശ്ചാത്തലവും. സാമൂഹിക സ്ഥാപനം. സമൂഹശാസ്ത്ര വീക്ഷണത്തിൽ വിദ്യാഭ്യാസം എന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ രൂപീകരിച്ച ഒരു ഔപചാരിക സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. കുടുംബം, മതം, ഗവൺമെൻറ് എന്നിവ പോലെ സമൂഹത്തിന് ആവശ്യമായ പൗരന്മാരെ സംസ്കരിച്ചെടുക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ജനാധിപത്യ സ്ഥാപനം. വിദ്യാലയം സമൂഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതേതര ജനാധിപത്യ സ്ഥാപനമാണ്. ജാതി മതഭേദമന്യേ ഏവർക്കും ഇവിടെ തുല്യ അവകാശമുണ്ട്. സമൂഹം വിദ്യാലയത്തെയും വിദ്യാലയം സമൂഹത്തെയും രൂപപ്പെടുത്തുന്ന ആരോഗ്യകരമായ ഒരു പാരമ്പര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർത്തു വച്ചേക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, വിദ്യാഭ്യാസം ഒരു സാമൂഹിക സ്ഥാപനമാണ്. രണ്ടാമത്തത്, വിദ്യാലയം ഒരു ജനാധിപത്യ സ്ഥാപനവും. ഇത് രണ്ടും മാറിപ്പോകരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ വിദ്യാഭ്യാസം. അതിൽ ഒന്നാമതായി നമ്മൾ കാണാൻ പോകുന്നത് വേദകാല വിദ്യാഭ്യാസം. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത് വിദ്യാഭ്യാസ ലക്ഷ്യം, 2 ഉള്ളടക്കം, 3 ബോധന രീതി. വിദ്യാഭ്യാസ ലക്ഷ്യം. വ്യക്തിയുടെ സമഗ്ര വികാസമായിരുന്നു ലക്ഷ്യം. ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി സത്യം, ആത്മസാക്ഷാത്കാരം, ആത്മാവിന് മോക്ഷം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ഉള്ളടക്കം. ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പരിശീലിപ്പിച്ചിരുന്നത് വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വ്യാകരണം, ഗണിതം, രാജ്യതന്ത്രം, ആയുർവേദം, ശില്പവിദ്യ തുടങ്ങിയവയായിരുന്നു. ഇനി ബോധന രീതി. ഇവിടെ ഗുരുശിഷ്യ ബന്ധത്തിന് അതീവ പ്രാധാന്യമുണ്ടായിരുന്നു. ചോദ്യോത്തരങ്ങൾ അടങ്ങിയ സംവാദ രീതിയിലും ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന ഗുരുകുല സമ്പ്രദായത്തിലുമായിരുന്നു അധ്യയനം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് വേദകാല വിദ്യാഭ്യാസമാണ്. ഇവിടെ പ്രധാനമായും വ്യക്തിയുടെ സമഗ്ര വികാസമായിരുന്നു ലക്ഷ്യം. അതുപോലെ തന്നെ വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വ്യാകരണം, ഗണിതം അങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായും പരിശീലിപ്പിച്ചിരുന്നത്. ബോധന രീതി ഗുരുകുല സമ്പ്രദായവുമായിരുന്നു. അതുപോലെ തന്നെ സംവാദ രീതിയും ഉണ്ടായിരുന്നു. വേദകാല വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ടോപ്പിക്ക് ബുദ്ധ ജൈനമതകാല വിദ്യാഭ്യാസമാണ്. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ ജനാധിപത്യവൽക്കരണം, പ്രായോഗിക ഉള്ളടക്കം, ചർച്ചകളും പ്രഭാഷണങ്ങളും. വിദ്യാഭ്യാസ ജനാധിപത്യവൽക്കരണം. ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ കുത്തക മാറ്റുകയും ജാതി പരിഗണനയില്ലാതെ ഏവർക്കും വിഹാരങ്ങളിൽ പ്രവേശനം നൽകുകയും ചെയ്തു. ബുദ്ധജൈനമത കാലത്ത് വിദ്യാഭ്യാസം കൂടുതലുമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് വിഹാരങ്ങളിലായിരുന്നു. അതായത് ബുദ്ധവിഹാരങ്ങളിലും ജൈനവിഹാരങ്ങളിലുമായിരുന്നു പ്രധാനമായിട്ടും വിദ്യാഭ്യാസം നൽകിയിരുന്നത്. മാത്രമല്ല ഇവിടെ ജാതി മതഭേദമില്ലാതെ ഏവർക്കും പ്രവേശനവും ഉണ്ടായിരുന്നു. ഇനി പ്രായോഗിക ഉള്ളടക്കം. നിർവ്വാണ പ്രാപ്തി മാത്രമല്ലായിരുന്നു ഇവിടെ എഴുത്ത്, വായന, ഗണിതം, നൂൽപ്പ്, നെയ്ത്ത്, തുന്നൽ പണി, കണക്കെഴുത്ത്, വൈദ്യശാസ്ത്രം തുടങ്ങിയ പ്രായോഗിക വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു. ഇവിടുത്തെ ബോധന രീതി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചർച്ചകളും പ്രഭാഷണങ്ങളുമായിരുന്നു. സംസാര ഭാഷയിലൂടെയുള്ള പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവ വഴിയാണ് ബോധനം പ്രധാനമായിട്ടും നടന്നിരുന്നത്. മാത്രമല്ല അറിവുകൾ മനഃപ്പാഠമാക്കാനും ശീലിപ്പിച്ചിരുന്നു. അപ്പോൾ ബുദ്ധ ജൈനമതകാല വിദ്യാഭ്യാസത്തിലെ പ്രധാന ഘടകങ്ങൾ ഇതൊക്കെയാണ്. വിദ്യാഭ്യാസ ജനാധിപത്യവൽക്കരണം,
പ്രായോഗിക ഉള്ളടക്കം, ചർച്ചകളും പ്രഭാഷണങ്ങളും. ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ടോപ്പിക്ക് പ്രാചീന വിജ്ഞാന കേന്ദ്രങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തക്ഷശില, നളന്ദ എന്നീ മഹാവിഹാരങ്ങളെ പറ്റിയാണ്. പ്രാചീന ഭാരതത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് താമസിച്ച് പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ 2 വിജ്ഞാന കേന്ദ്രങ്ങളാണ് തക്ഷശിലയും നളന്ദയും. പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്കടുത്താണ് തക്ഷശില ഉണ്ടായിരുന്നത്. നളന്ദ സ്ഥാപിച്ചത് കുമാരഗുപ്തനായിരുന്നു. അത് ഇന്നത്തെ ബീഹാർ സ്റ്റേറ്റിലായിരുന്നു. ഈ 2 വിജ്ഞാന കേന്ദ്രങ്ങളിലും പ്രവേശന പരീക്ഷകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണവും താമസവും നൽകിയിരുന്നു. അടുത്തതായി ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായം. ഇവിടെ പ്രധാനമായിട്ടും 2 ടോപ്പിക്കുകളുണ്ട്: മക്തബുകളും മദ്രസകളും, അതുപോലെ തന്നെ ഭൗതികതയും ആത്മീയതയും. മക്തബുകളും മദ്രസകളും പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി മക്തബുകൾ സ്ഥാപിച്ചു. സെക്കൻഡറി അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത പഠനത്തിന് വേണ്ടി മദ്രസകളും സ്ഥാപിച്ചു. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന നിലയിൽ ഖുർആൻ പാരായണം, പ്രാഥമിക ഗണിതം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇതിലേക്ക് വരുമ്പോൾ ഭാഷ, വ്യാകരണം, വാനശാസ്ത്രം, ഭൂമിശാസ്ത്രം, വൈദ്യം എന്നിവയും പഠിപ്പിച്ചു. ഇവിടുത്തെ 2ാമത്തെ ടോപ്പിക്കാണ് ഭൗതികതയും ആത്മീയതയും. ഇസ്ലാം മതതത്വങ്ങൾക്കനുസൃതമായ പ്രായോഗിക ജീവിതം, സ്വഭാവ രൂപീകരണം, ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള സമന്വയം അല്ലെങ്കിൽ ആരോഗ്യകരമായ സമന്വയമായിരുന്നു ലക്ഷ്യം. മാത്രമല്ല, പഠനത്തിൽ മിടുക്കരായവർക്ക് സ്വന്തം വേഗത്തിൽ പഠനം പൂർത്തിയാക്കാൻ വ്യക്തിഗത ബോധന രീതികളും ഉപയോഗിച്ചിരുന്നു. സോ ഇവ ഇത്രയുമാണ് ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആധുനിക വിദ്യാഭ്യാസം. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതികൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് കടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ചാർട്ടർ ആക്ട്, 2ാമത്തത് മെക്കാളെ മിനിറ്റ്സ്, 3ാമത്തത് വുഡ്സ് ഡെസ്പാച്ച്. 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനായി 1 ലക്ഷം രൂപ വരെ മാറ്റിവെക്കുകയും വിദ്യാഭ്യാസ ചുമതല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതാക്കി മാറ്റുകയും ചെയ്തു. 1835 മെക്കാളെ മിനിറ്റ്സ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറയുന്ന കാര്യം, രക്തത്തിൽ ഇന്ത്യക്കാരും അഭിരുചിയിൽ ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കാനും ശാസ്ത്രവിജ്ഞാനം ഇംഗ്ലീഷിലൂടെ നൽകാനും ശുപാർശ ചെയ്തു. അടുത്തത് 1854 വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വുഡ്സ് ഡെസ്പാച്ച് പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തും വിദ്യാഭ്യാസ വകുപ്പുകൾ തുടങ്ങാനും സർവകലാശാലകൾ സ്ഥാപിക്കാനും തുടങ്ങിയത്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവയൊക്കെ. ചാർട്ടർ ആക്ട് 1813, മെക്കാളെ മിനിറ്റ്സ് 1835, വുഡ്സ് ഡെസ്പാച്ച് 1854. ഈ പേരുകളും ഡേറ്റുകളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം പഠിച്ചു വെക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ വിദ്യാഭ്യാസം. ഈ ടോപ്പിക്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്: മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം. അതിൽ ഒന്നാമത്തത് മുതലിയാർ കമ്മീഷൻ 1952-53. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പുനഃസംഘടിപ്പിച്ചത് ഈ മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ ജനാധിപത്യ പൗരത്വത്തിന് ആവശ്യമായ ശീലങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താൻ ശുപാർശ ചെയ്തു. കോത്താരി കമ്മീഷൻ 1964-66. വിദ്യാഭ്യാസവും ദേശീയ വികസനവും.
വിദ്യാഭ്യാസത്തെ ഉൽപാദനവുമായി ബന്ധിപ്പിക്കാനും സാർവത്രികമായി കോമൺ സ്കൂൾ സമ്പ്രദായം നടപ്പാക്കാനും ശുപാർശ ചെയ്തു. കോത്താരി കമ്മീഷനെ പറ്റി ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്ന ആശയം മുന്നോട്ട് വച്ചത് ഏത് കമ്മീഷനാണ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് കോത്താരി കമ്മീഷൻ 1964-66. ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഇന്ത്യയിലുടനീളം പൊതുവായ 10+2+3 ഘടന നടപ്പിലാക്കി. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ, പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയൽ എന്നിവയ്ക്ക് മുൻഗണന നൽകി. ഇന്ത്യൻ ഭരണഘടനയും വിദ്യാഭ്യാസവും. വിദ്യാഭ്യാസം ഓരോ പൗരൻ്റെയും മൗലിക അവകാശമാണ്. അത് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് വകുപ്പുകളും നിർദ്ദേശങ്ങളുമുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തത് 21A മൗലിക അവകാശമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. വകുപ്പ് 45 നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടന നടപ്പിലാക്കി 10 വർഷത്തിനകം 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചു. കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്തം. ഭരണഘടനയിൽ വിദ്യാഭ്യാസം തുടക്കത്തിൽ സംസ്ഥാന ലിസ്റ്റിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള വിഷയമാക്കി മാറ്റുകയുണ്ടായി. അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തി. മാത്രമല്ല വകുപ്പ് 29-30 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം താൽപര്യപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശം ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. സമീപകാല വിദ്യാഭ്യാസ മാറ്റങ്ങൾ. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993. രണ്ടാമത്തത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF 2005. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993 ഭാരമാകാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ സമർപ്പിച്ച റിപ്പോർട്ട് സ്കൂൾ ബാഗിൻ്റെ ഭാരവും മനഃപാഠ പഠനഭാരവും ലഘൂകരിക്കണം എന്ന് ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാതൃഭാഷയായിരിക്കണമെന്നും ഹോംവർക്കുകൾ ഒഴിവാക്കണമെന്നും ഈ സമിതി ശുപാർശ ചെയ്തു. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെങ്കിൽ NCF 2005 ഓർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 അറിവിനെ വിദ്യാലയത്തിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കാനും കാണാപ്പാഠം ഒഴിവാക്കാനും പരീക്ഷകൾ അയവുള്ളതാക്കാനും നിർദ്ദേശിച്ചു. അറിവ് നിർമ്മാണത്തിനും കുട്ടികളിലെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്ന ശിശു കേന്ദ്രീകൃത സമീപനം മുന്നോട്ട് വെച്ചു. ഇതാണ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF 2005 മുന്നോട്ട് വച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ RT ആക്ട് 2009, റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് RT ആക്ടിൻ്റെ മേഖലകളും അതിലെ നിയമവ്യവസ്ഥകളുമാണ്. ഒന്നാമത്തെ മേഖല സൗജന്യ വിദ്യാഭ്യാസം. നിയമവ്യവസ്ഥ എന്ന് പറയുമ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നിയമപരമായ അവകാശമാക്കി മാറ്റിയത് RT ആക്ട് 2009 അടുത്ത മേഖല പഠന സമയം. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു വർഷം 200 പ്രവൃത്തി ദിവസവും അല്ലെങ്കിൽ 800 മണിക്കൂർ പഠന സമയം ഉണ്ടായിരിക്കണം. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ 200 പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ 1000 മണിക്കൂർ പഠന സമയവും ഉണ്ടായിരിക്കണം. അടുത്ത ഘടകം അധ്യാപക പ്രവർത്തന സമയം. ഒരാഴ്ചയിൽ തയ്യാറെടുപ്പ് മണിക്കൂറുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 45 പ്രവർത്തന മണിക്കൂറെങ്കിലും ഒരു അധ്യാപകന് ഉണ്ടായിരിക്കണം.
ഇനി അവസാനത്തെ ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിലയിരുത്തൽ രീതി. ഇവിടെ ശാരീരിക പീഡനങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിരന്തര സമഗ്ര വിലയിരുത്തൽ അല്ലെങ്കിൽ CCE നിർബന്ധമാക്കിയതും RT ആക്ട് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പേര് RT ആക്ട് 2009 എന്നാണെങ്കിലും ഈ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 ഈ വീഡിയോയിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസവും എന്ന യൂണിറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ആശയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടോപ്പിക്ക് കൂടെ ബാക്കിയുണ്ടതിൽ ലോക വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കാണ് ബാക്കിയുള്ളത്. അത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് അതിനെപ്പറ്റിയുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ എല്ലാവരും അത് കാണുക, പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.